കുറിപ്പ് ഇറക്കിയാൽ കുറ്റം ഇറക്കില്ലെങ്കിൽ കുറ്റം. കാണാരാ ഇത് കണ്ട തൊപ്പി വരണോ? ആ കാണാരേട്ടാ അവര് വരണുണ്ട്. ആരാണ്? മീനിനാണെങ്കിൽ ഒരു വിലയില്ല. കാണാരാ അവര് കണ്ട് കൂത്തി കളിക്കരുത് കളിക്കാൻ ആളെ ബാക്കി കിട്ടുവോ? എടാ അതെ ഒരു 10 രൂപ തരാനുണ്ട് കേട്ടാ, മറക്കല്ലേ. ഇങ്ങാട് താ കുഞ്ഞമ്മേ. വേണ്ട മോളെ, ഞാൻ കഴുകി വെച്ചാളാ. അങ്ങാട്ട് കൊടുക്കുന്നേ പെൺപിള്ളേര് ദേഹാനെങ്കിൽ ജോലി ചെയ്യട്ട്. കൊണ്ടിയല്ലേ നടുവേദന എങ്ങനെയുണ്ട് കാണാരേട്ടാ? ഓ നടുവേദന പറഞ്ഞ് ചുമ്മാണ്ടിരിക്കാൻ പറ്റുമോ ശാന്തമ്മേ? വലയുടെ കേടുപാടുകൾ തീർത്താൽ അടുത്ത ആഴ്ചയെങ്കിലും പണിക്ക് പോകാൻ. അപ്പൊ ഈ ആഴ്ച ഇനി നോക്കണ്ട. ഈ ചീട്ടുകളി നിർത്താതെ ഇത് ഞാൻ ഗുണം പിടിക്കുകയില്ല. ദേ പെങ്കൊച്ചുങ്ങൾ 3 എണ്ണ വളർന്ന് നിക്കണത്. ആ വിചാരം വല്ല ഇതിയാനുണ്ടാ? എന്റെ കാർത്തു, ഞാൻ ചീട്ട് കൈ കൊണ്ട് പോട്ടിട്ട് കാലം എത്രയെന്നറിയാം. അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്. എടി പണ്ടാരപ്പടെ, നീ അത് കണ്ടായിരുന്ന? നിനക്ക് കമലപ്പരുന്നിന്റെ കണ്ണാണല്ലോ. പിന്നെ വെറുതെ കാർത്തുവിന്റെ വയലിരിക്കണ കേക്കാണ്ട് പണിക്ക് പോകാൻ നോക്കി കാണാരേട്ടാ. ദിവാകരനുണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും എനിക്കൊരു മടിയാണ്. എന്നാ ചങ്ങാതി ജയിലിൽ വന്നിട്ട് പണിക്ക് പോയാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങാട് ജയിലിലാട്ട് ചെല്ലേ. പെണ്ണുങ്ങളെ കെട്ടിയവന്മാരെ ആശ്രയിക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടി. ഞാൻ ശാന്തമ്മയെ കണ്ടായിരുന്ന. ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ട. പോരാത്തതിന് മോനും വേറെ സമ്പാദിക്കണം. മോൻ സമ്പാദിക്കണതേ അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ. അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം. എന്ത് കേൾക്കാനാണ്? അവനെന്താണത് കുറവ്? അവൻ ഈ തുറയുടെ മുത്തല്ലേ. ഒരു നല്ല കലാകാരൻ. കലാകാരൻ എന്തിനാണ് കടലിൽ പോണത്? അവൻ കരയിൽ വെറുതെ നിന്ന് ചവിട്ടിയാ കാശല്ലേ. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചൊറ്റ നൽകല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളിക്കുത്ത്, പിന്നെ കടലില് വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി വാടാ. മാലു തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് നീ കിടക്കല്ലേ? ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലടോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. കണക്കറിഞ്ഞൂടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നുള്ളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടെ എന്ന്. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ് ഫ്രൂട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങി. ഇല്ലെങ്കിൽ ഒരു കോലിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലുമറ്റോ ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാ എനിക്ക് സങ്കടമായ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയുന്നു പോകാലോ. നല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ. എന്താ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു, അവളൊന്ന് സമാനപ്പെട്ടു വന്നാ നീ വെറുതെ എന്തിനാ അവളെ ദേഷ്യം കിട്ടിയത്? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാം പൂരം. വാടി വാടി ഓടി വാടി.